ഞാൻ രാവിലെ എണീറ്റ് ഉറക്കപ്പിച്ചിൽ 7 മണിക്ക് ഒരു സ്ഥലം വരെ പോവുകയാണ്. ഏതാണ് സ്ഥലം എന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബസ്സിൽ കയറിയിട്ട് കുറച്ച് ക്ലിപ്പൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് അതിനെ സമ്മതിച്ചില്ല. കാരണം ബസ്സിനകത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഈ സ്ഥലം നിങ്ങൾ ഒരുപാട് വട്ടം കാർത്തിക് സൂര്യയുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ചെല്ലമംഗലം ദേവി ക്ഷേത്രം. തൊട്ടടുത്ത് തന്നെ ആച്ചേൻ്റെ വ്ളോഗിൽ ഫേമസ് ആയ വേറൊരു അമ്പലമുണ്ട്, കരിയം ദേവി ക്ഷേത്രം. അടുത്തടുത്താണ് ഈ ക്ഷേത്രങ്ങൾ രണ്ടും. പക്ഷേ ഇതൊന്നും അല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ്റെ അടുത്തോട്ടെത്തി. ഇത് കാണുമ്പം നമ്മുടെ തിരുവനന്തപുരംകാർക്ക് മനസ്സിലായി കാണും, വേറെ എവിടെയോ അല്ല, നമ്മളെ സ്വന്തം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. എനിക്ക് മെൻ്റലി ഉള്ള പ്രോബ്ലം വെച്ചാൽ വേറെ ഫിസിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കാണിക്കാനല്ല, അച്ഛനെ കാണിക്കാനാണ് പോയത്. പരിപാടി വേറെ ഒന്നുമില്ല, കുറച്ച് സ്കാനിങ്ങുകളും കുറച്ച് ടെസ്റ്റുകളും അതായിരുന്നു. 8 മണിക്ക് അവിടെ എത്തിയിട്ട് ഫുൾ പോസ്റ്റ് അടിച്ചിരിപ്പായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ എല്ലാം കണ്ടിട്ട് ഉച്ചയ്ക്ക് നേരെ ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് കയറി. എൻ്റെ അച്ഛൻ്റെ മാത്രം പ്രത്യേകത ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അച്ഛൻ പുറത്തിറങ്ങിയ ഇന്ത്യൻ കോഫി ഹൗസ് അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രമേ ആഹാരം കഴിക്കൂ. അത് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതേ, ബിരിയാണി തന്നെയാണ് ഞാൻ വാങ്ങിയത്. ബിരിയാണി വന്നു, അംഗം തുടങ്ങി, ബിരിയാണി തീർന്നു. അവിടെ നിന്ന് ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാരണം വീണ്ടും ഡോക്ടറിനെ കാണാനുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ എത്തുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കും. കാരണം ഇതാണ് എൻ്റെ കോളേജ്. ഞാൻ ഡിഗ്രിയും PGയും എല്ലാം പഠിച്ചത് ഇവിടെയാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ പഠിച്ച കോളേജ് കൂടിയാണിത്, മഹാത്മാഗാന്ധി കോളേജ്. അങ്ങനെ കോളേജിൻ്റെ കുറേ ഓർമ്മകളെല്ലാം ആയവർക്ക് നേരെ വീട്ടിലോട്ടെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.